ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക് ടു സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു എക്സ്റേ ഷീറ്റാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ ഐഡിയ എന്താണെന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലൊരു സ്കെയിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ആ ഒരു ലെങ്തിനും ഒക്കെ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആ ഒരു വീതി എന്ന് പറയുന്നത് വലിയ പ്രശ്നമില്ല, പക്ഷേ ഈ ഒരു നീളത്തിന് തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ സ്കെയിലാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഒരു സ്പോഞ്ചും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ സർക്കിൾ ഷേപ്പിന് കുറേയധികം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിനെല്ലാം നമുക്ക് ജസ്റ്റ് പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോ കളർ പെയിൻറ്റും എടുത്തിട്ട് അതിലേക്കൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സ്പോഞ്ച് എന്ന് പറയുന്നത് ഞാനൊരു ബാഗിൽ നിന്ന് കിട്ടിയതാണ്, ഒരു ബാഗ് വാങ്ങിയപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഇതിന് പകരമായിട്ട് പാത്രമൊക്കെ കഴുകാനായിട്ട് എടുക്കുന്ന ആ ഒരു സ്പോഞ്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. സെയിം കളർ തന്നെ 2 എണ്ണം വരുന്ന രീതിക്ക് നമ്മളിതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ. ഈ ഒരു സമയം കൊണ്ട് ഞാനിവിടെ ഇതുപോലൊരു കളർ പേപ്പർ എടുക്കുന്നുണ്ട്. നമുക്ക് വൈറ്റ് പേപ്പർ ആണെങ്കിൽ സാധാ ബുക്കിലെ വെള്ള പേപ്പർ ആണെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് തന്നെ ഈ ഒരു സ്കെയിലിൻ്റെ തന്നെ ലെങ്തിന് ഒന്ന് കട്ട് ചെയ്തിട്ട് അധികം വീതിക്കൊന്നും എടുക്കാതെ ഇതുപോലെ നമ്മൾ എടുത്തിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ ആ ഒരു സൈഡിലായിട്ട് ഒരു ഭാഗത്ത് മാത്രം നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് പേന വെച്ചിട്ട് ഇതുപോലെ സ്കെയിലിന് കൊടുത്തേക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ യൂണിറ്റ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഓരോ സ്പോഞ്ചും ഇതുപോലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് അതൊക്കെ നമ്മുടെ ആ ഒരു രീതിക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സ്കെയിലാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ സെക്കൻഡ് ഐഡിയ എന്താണെന്ന് നമുക്ക് കാണാം. മറ്റൊരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ചധികം കളർ പേപ്പേഴ്സ് ഞാൻ പല കളറിലുള്ളത് എടുക്കുന്നുണ്ട് ഇവിടെ. അത് സെയിം സൈസിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് 2-3 കളേഴ്സ് ഇവിടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഏറ്റവും അറ്റത്തായിട്ട് മുമ്പ് നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുത്ത പോലെ എല്ലാം ഒന്ന് പോയിൻ്റ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഇടുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും ബോയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ അതൊന്നും ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ നല്ല കളർഫുള്ളാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സ്കെയിലും കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. ഞാൻ ഇതുപോലെയുള്ളൊരു ക്ലോത്താണ് എടുക്കുന്നത്. ഇത് ഒരു കുർത്തിയുടെ ഒരു ടോപ്പിൻ്റെ ആ ഒരു സ്ലീവായിട്ട് വരുന്ന ഭാഗമാണ്. ഇത് അത്യാവശ്യം സ്റ്റോൺസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള സാധാ രീതിക്കുള്ള തുണി എടുക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. ഞാനിവിടെ ഒരു പൗച്ചാണ് റെഡിയാക്കാനായിട്ട് പോകുന്നത്. അതുകൂടാതെ നമുക്ക് വൂളൻ ത്രെഡും കൂടി ആവശ്യമായിട്ടുണ്ട്. വൂളൻ ത്രെഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബർ ബാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒരു ബോ പോലെ അതിൻ്റെ ആ ഒരു ഷേപ്പിന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഒരു ക്യാൻഡിയുടെ ആ ഒരു ഷേപ്പ് വരുന്ന ഒരു പൗച്ചാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിലോട്ട് നമുക്ക് ഇടാൻ ആവശ്യമായിട്ടുള്ള പെൻസിൽ, അതുപോലെ തന്നെ എറേസർ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്കെച്ച് പെൻസ്, അതെല്ലാം നമുക്കിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ആ മുകളിലായിട്ടുള്ള ഭാഗം കൂടി ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്യാം.
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിന് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് സാധാ തുണി യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയ നോക്കാം. ഇതുപോലെ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഈ ഒരു പേപ്പറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശേഷം ഇതുപോലെ ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഷേപ്പിന് നമുക്ക് ആക്കി കൊടുക്കാം. ഞാൻ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ജസ്റ്റ് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയൊന്ന് നമ്മൾ തുടച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ആവശ്യമായിട്ടുള്ളത് കുറച്ച് കളർ പേപ്പേഴ്സാണ്. അപ്പോൾ ഈ ബോട്ടിലിൻ്റെ തന്നെ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ബോട്ടിലിൻ്റെ തന്നെ അതേ ലെങ്ത്തിന് ആവശ്യമായിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2-3 കളേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വീതിയിലായിട്ട് ഇതുപോലെ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടി നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഫൈനലി ഏറ്റവും അടിയിലത്തെ ഈ ഒരു ഭാഗത്തായിട്ടും കൂടി ഒരു പേപ്പർ ഇതുപോലെ ഒട്ടിച്ചെടുത്ത് ഒന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാനിവിടെ എടുക്കുന്നത് വെൽക്രോ ടേപ്പാണ്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒരു കുഞ്ഞു പീസ് മതി. ഇതുപോലെ നമുക്ക് ഇതിനുള്ളിലായിട്ട് ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പണി കഴിഞ്ഞു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഈ ഒരു പൗച്ച് എന്ന് പറയുന്നത്. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല ഇതൊരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്നാണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ ഇത് ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഈ മിഡിലായിട്ട് നമ്മൾ ഒരു ബോയും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള പൗച്ചായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വൈറ്റ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു പൗച്ച് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ എന്ന് പറയുന്നത് A4 ഷീറ്റാണ് എടുക്കുന്നത്. അതിനെ ഇതുപോലെ നമ്മൾ 3 ഈക്വൽ പാർട്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഇതിൽ കാണിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സെക്യൂർ ആക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പൗച്ചിന് കുറച്ച് ഡിസൈനൊക്കെ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലൈറ്റ് ബ്ലൂ കളറിലുള്ള ഒരു പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം ഇതിൻ്റെ ഷേപ്പിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും താഴത്തെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്.
അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ ഒരു പൗച്ച് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാനുള്ള സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വൈറ്റ് പേപ്പർ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സെയിം ഷേപ്പിന് തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ കിഡിലിനായിട്ടുള്ള പേപ്പർ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഞാൻ പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കൂടെയൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്ത് ഒന്ന് അടിപൊളിയാക്കാനായിട്ട് വിചാരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നമ്മുടെ പഴയ ബുക്കിൻ്റെയൊക്കെ ബൈൻഡ് ഉണ്ടെങ്കിൽ അതുപോലുള്ള പിക്ചേഴ്സൊക്കെ നമുക്ക് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ കടയിൽ നിന്നൊന്നും വാങ്ങാതെ തന്നെ നമുക്ക് എങ്ങനെ സ്റ്റിക്കേഴ്സ് വളരെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാമെന്നാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു സെല്ലോ ടേപ്പ് എടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതേ ഷേപ്പിന് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുന്നേ ഞാൻ നമ്മുടെ ചാനലിൽ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് സ്റ്റിക്കേഴ്സ് റെഡിയാക്കാമെന്ന് ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ പഴയ ടെക്സ്റ്റിൽ നിന്നും പഴയ പുസ്തകത്തിൽ നിന്നൊക്കെയുള്ള പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതിതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ടേപ്പിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സാക്കി റെഡിയാക്കി എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ. ഇനി നമുക്ക് നമ്മുടെ പൗച്ചിലേക്ക് ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വൈറ്റ് പേപ്പർ വെച്ചിട്ട് നമുക്ക് ഉപകാരം ഉണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? നമുക്ക് നെക്സ്റ്റ് ഐഡിയ നോക്കിയാലോ? നമ്മുടെ കയ്യിലുള്ള പഴയ പെൻസിലും പേനയൊക്കെ നമുക്കൊന്ന് കുട്ടപ്പനാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പെൻസിൽ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു A4 ഷീറ്റ് തന്നെയാണ്. A4 ഷീറ്റോ അല്ലെങ്കിൽ നമുക്ക് ബുക്കിലെ സാധാ വെള്ള പേപ്പറും എടുക്കാവുന്നതാണ്. എന്നിട്ട് കുഞ്ഞൊരു സ്ക്വയർ ഷേപ്പിന് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്, ഏകദേശം ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിന്. കാരണം നമ്മൾ ഒരു ബട്ടർഫ്ലൈയുടെ ആ ഒരു ലുക്കിനാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പിലായിരിക്കും കിട്ടുക. ഇതുപോലെ 2 പീസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബോർഡർ പോലെ ഇതുപോലെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെയിം സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് തന്നെ ഉള്ളിലായിട്ട് ഇതുപോലെ നമ്മൾ ബട്ടർഫ്ലൈയുടെ ആ ഒരു രീതിക്ക് നമ്മളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനിതാ ഇതിനെ മിഡിലായിട്ട് ഈ ഒരു 2 പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെൻസിൽ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ആ ഒരു ടോപ്പിലായിട്ട് നമ്മളൊരു വൈറ്റ് പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. വൈറ്റ് പേപ്പറിന് പകരമായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2 പീസും 2 സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, എന്ത് ക്യൂട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കൊച്ചു കൂട്ടുകാർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒന്നാണ്. ഇതുപോലെ തന്നെ ഞാൻ മറ്റൊരെണ്ണവും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.
പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. താങ്ക്